ബർമിംഗാം യുകെയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിറ്റി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒൻപതര ആയപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. രാവിലെ തന്നെ നല്ല കാലാവസ്ഥയായിരുന്നതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ ഒരു ഉന്മേഷം കിട്ടി. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ജോലിക്ക് പോകാറുള്ളത്. രാവിലെ തന്നെ ഇളം വെയിലത്ത് ഈ പച്ചപ്പൊക്കെ കണ്ട് യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ലൊരു ഫീലാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മോട്ടോർ വേയിലൂടെയാണ്. ഡിസംബർ 24, അതായത് ക്രിസ്മസിൻ്റെ തലേദിവസമാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല, വലിയ തിരക്ക് കാണുന്നില്ല. നമ്മുടെ നേരെ മുന്നിലാണ് സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്നത്. നല്ല വെയിലും ചൂടും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം സൂര്യനെ കണ്ട സന്തോഷത്തിൽ ഞാൻ അതൊന്നും മൈൻഡാക്കിയില്ല. ഷെഫീൽഡിൽ നിന്ന് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യാനായി ഏകദേശം 2 മണിക്കൂറിനടുത്ത് സമയം വേണം. ബർമിംഗാം എത്താനായി എന്ന സൂചനയെന്നോണം ഇതുപോലെ ഒരുപാട് ഇൻഡസ്ട്രീസ് നമുക്ക് കാണാൻ പറ്റി. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഒരു ഫോറസ്റ്റിന് ഉള്ളിലൂടെയാണ്. അത് നിങ്ങൾക്ക് ഈ 2 വശത്തുള്ള മരങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമെന്ന് തോന്നുന്നു. പോകുന്ന വഴിക്കൊക്കെ തന്നെ ഡിയർ ക്രോസിങ്ങിൻ്റെ സൈൻ ബോർഡുകൾ വെച്ചിരിക്കുന്നത് കാണാം. സമയം 11:45 തന്നെ നമ്മൾ ബർമിംഗാമിലെത്തി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി പോയാൽ നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റും. ബർമിംഗാമിൽ ഒരുപാട് ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ യൂസ്ഡ് കാറിൻ്റെ ഷോറൂമും ഞാൻ കണ്ടു. കുറേയധികം ഇന്ത്യക്കാർ പഠിക്കാനും താമസിക്കാനും തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഇതാണ് ശ്രീ വെങ്കടേശ്വര ടെമ്പിൾ അല്ലെങ്കിൽ ബാലാജി ടെമ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്ന ബർമിംഗാമിലെ അമ്പലം. നല്ല കാലാവസ്ഥയും വെയിലും ആണെങ്കിൽ കൂടി ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ ഞാൻ അമ്പലത്തിനകത്ത് കയറി. അമ്പലത്തിനുള്ളിൽ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാനുള്ള അനുവാദമില്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഇന്ത്യയിലെ പ്രശസ്തമായ തിരുപ്പതി അമ്പലത്തിലെ അതേ രീതികൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. തിരുപ്പതിയിലുള്ളതുപോലെ തന്നെ ഇവിടെ പ്രസാദമായി നൽകുന്നത് ലഡുവാണ്. അങ്ങനെ തൊഴുതു കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. ഇത് ഓരോ ദിവസവും വ്യത്യാസമായിരിക്കും. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 30 ഏക്കറോളം വരുന്ന സ്ഥലത്താണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നിലാണ്. ഇനി ഇവിടുത്തെ സമയങ്ങളെ പറ്റി പറയാം. നിങ്ങൾ വീക്ക് ഡേയ്സിലാണ് വരുന്നതെങ്കിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 മണി വരെയുമാണ് സമയം. ഇനി നിങ്ങൾ ബാങ്ക് ഹോളിഡേയ്സ് അല്ലെങ്കിൽ വീക്കെൻഡ്സിലൊക്കെയാണ് വരുന്നതെങ്കിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 9 മണി വരെയാണ് സമയം. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാനായിട്ടുണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി എന്തെങ്കിലും കഴിക്കണം, പിന്നെ കുറച്ച് ഷോപ്പിംഗ് നടത്തണം, തിരിച്ച് വീട്ടിൽ പോകണം. പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ കാണുന്ന വലിയ ഒരു ഗുരുദ്വാര കണ്ടത്. റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഗുരുദ്വാരയുള്ളത്. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറിനടുത്ത് യാത്ര ചെയ്യുമ്പോഴാണ് ആ സ്ട്രീറ്റിൽ വന്നെത്തുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ആ കാര്യം മനസ്സിലായത്. ഭയങ്കര തിരക്കായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, റോഡിന് 2 സൈഡിലും ഫുൾ സ്പേസ് ഓക്യുപ്പൈഡ് ആയിരുന്നു. ഇവിടെ അധികവും ഇന്ത്യൻസ് അല്ലെങ്കിൽ ഏഷ്യൻസിൻ്റെ ഒക്കെ കടകളായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏരിയയിൽ അത്തരത്തിലുള്ള ആളുകളായിരിക്കാം കൂടുതലായി താമസിക്കുന്നത്.
അങ്ങനെ പാർക്കിംഗ് ഒന്നും കിട്ടാതെ നമ്മൾ ആ സ്ട്രീറ്റിൽ നിന്ന് പുറത്ത് കടന്നു. ഇവിടെ കുറേ വീടുകളും ആളുകൾ താമസിക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെയും പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രണ്ട് സൈഡിലും എല്ലാവരും സ്ഥലം പിടിച്ചു. അങ്ങനെ നോക്കി നോക്കി നമുക്കൊരു വീടിനോട് ചേർന്ന് ഒരു പാർക്കിംഗ് കിട്ടി. പക്ഷേ അപ്പോഴാണ് നമുക്ക് ആ കാര്യം മനസ്സിലായത്. ദോശ തിന്നണമെന്ന ആശയമായി നമ്മൾ എത്തിയത് ചെന്നൈ ദോശ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. സത്യത്തിൽ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് ചെന്നൈ പറാട്ട എന്ന് പറയുന്ന മറ്റൊരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. അത് ഇവിടെ നിന്ന് ഏകദേശം 20 മിനിറ്റോളം വീണ്ടും യാത്ര ചെയ്യാനുണ്ട്. തെറ്റ് മനസ്സിലായ സ്ഥിതിക്ക് പിന്നെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും വണ്ടിയെടുത്ത് പുറത്തേക്ക് കടന്നു. പോകുന്ന വഴിക്ക് മനോഹരമായ കുറച്ച് കാഴ്ചകളൊക്കെയുള്ള കാരണം അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഈ സ്ട്രീറ്റിലെത്തി. ഇവിടെ എന്തോ ഭയത്തിന് നമുക്ക് പെട്ടെന്ന് തന്നെ പാർക്കിംഗ് കിട്ടി. കുറച്ച് പ്രാവുകളെയൊക്കെ കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ആ സ്ട്രീറ്റിൽ ഇറങ്ങി നടക്കുകയാണ്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഏഷ്യൻ കടകളാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ദേ മുന്നിൽ നിൽക്കുന്ന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഒരു കൗതുകം കാരണം അതിനകത്ത് കയറിയപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം തന്നെ മലയാളികളായിരുന്നു. ഇപ്പോൾ സമയം 3:40 ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് അകലെ സൺസെറ്റ് കാണാൻ പറ്റും. ഇനി അധികം വൈകാതെ തന്നെ ഇവിടെ ഭയങ്കരമായ ഇരുട്ടായിരിക്കും. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് അലങ്കാരപ്പണികൾ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ തേടി നടന്ന ചെന്നൈ പറോട്ടയിലേക്ക് എത്തി. ഇനി നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യണം. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞാനൊരു മസാല ദോശയാണ് പറഞ്ഞത്. ഈ മസാല ദോശയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊരു മട്ടൻ മസാല ദോശയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മസാല ദോശ ട്രൈ ചെയ്യുന്നത്. എന്തായാലും സംഭവം കൊള്ളാം. നിങ്ങൾ ആരെങ്കിലും ഇതുവഴി എങ്ങാനും പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ കയറി നോക്കണം. കാരണം ഇവിടുത്തെ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. ഇത് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ വാങ്ങിക്കാനായിരുന്നു. എന്തായാലും അപ്പോഴേക്കും നല്ല രീതിയിൽ തണുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് കാറിനകത്ത് കയറി ഷെഫീൽഡ് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. നമ്മൾ ഏകദേശം 7:50 8 മണിയാകുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെത്തുന്നതായിരിക്കും. തണുപ്പായതുകൊണ്ടും ഇരുട്ടായതുകൊണ്ടും സ്ട്രീറ്റിലെ ആളുകളൊക്കെ തന്നെ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് പിന്നെ നേരെ പോയത് മോട്ടോർ വേയിലാണ്. എവിടെയും നിർത്താതെ നമ്മൾ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് പറ്റി. പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ രീതിയിൽ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മളതൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോയി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.